Welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്ക പ്രഥമൻ അല്ലെങ്കിൽ ചക്ക പായസം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചക്ക പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക വരട്ടിയതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 1/4 കിലോയും കുറച്ചും കൂടെ കാണും. അപ്പോൾ ഞാൻ ചെറിയ ക്വാണ്ടിറ്റി പായസമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണേണ്. കുറച്ച് പാൽ, തേങ്ങാപ്പാൽ, ഇതിൽ 2-ാം പാലാണ് എടുത്തേക്കണത്. 2-ാം പാൽ ഇച്ചിരി ഒഴിച്ചിട്ട് ഇത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. ചക്ക വരട്ടിയെന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, അതിനെ നമ്മളൊന്ന് ഉരുക്കിയെടുക്കണം ആദ്യമേ. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് 2-ാം പാൽ ഒഴിച്ചിട്ട് ഞാനിതിപ്പോൾ കുറച്ച് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ പാലൊഴിക്കണേണ്. കുറച്ചായിട്ട് പാലൊഴിച്ച് വേണം ഇത് വറ്റിച്ചെടുക്കാനായിട്ട്. ഒറ്റ ട്രിപ്പ് തന്നെ എല്ലാ 2-ാം പാലും കൂടെ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കാൻ പാടില്ല. ഇപ്പോൾ നല്ല പഴുത്ത ചക്ക വെച്ചിട്ട് നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ 3-ാം പാലിലായിരിക്കണം ആ ചക്ക വേവിക്കേണ്ടത്. ചക്ക വേവിച്ചതിന് ശേഷം വേണം ഇതുപോലെ 2-ാം പാൽ ഒഴിച്ചിട്ട് അതിനിങ്ങനെ കുറുക്കി ഇങ്ങനെ വറ്റിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ചക്ക വരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിപ്പോൾ ചക്ക ഓൾറെഡി വെന്ത ചക്കയല്ലേ, അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇനി വേകാനൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. പിന്നെ കരിഞ്ഞ ചൊവയൊക്കെ കയറും ഇതിൻ്റെ അകത്ത് അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ. ആ തേങ്ങാപ്പാലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടും 2-ാം പാൽ ബാക്കിയും കൂടെ ഒഴിക്കണേന്. ഇപ്പം ഞാൻ ഈ തേങ്ങാപ്പാൽ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ശർക്കര ചേർക്കണേന്. അപ്പോൾ ശർക്കരയൊക്കെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ചക്ക വരട്ടിയപ്പോഴും ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ശർക്കര ചേർക്കാനായിട്ട്. ശർക്കരയും കൂടി ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ശർക്കരയൊക്കെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ അതിനൊന്നും നമുക്കൊന്നും അളവൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശർക്കര ഞാനത് ഉരുക്കിയെടുത്തിട്ടാണ് ചേർത്തേക്കുന്നത്. ഉരുക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നേരിട്ടിട്ട് കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ ഈ പായസത്തിൽ വീഴും. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി വേണം ചേർക്കാനായിട്ട്. ഇപ്പം നമ്മൾ 2-ാം പാലിൽ കിടന്ന് ചക്ക നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം. ഇതിപ്പോൾ ഒരു 3/4 ഗ്ലാസ് 1-ാം പാലുണ്ട്, അതിലത്തേക്ക് ഒഴിക്കണേന്. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. ഇനി ഈ ചൂടി കിടന്നിട്ട് ഇതൊന്ന് വെന്തോളും 1-ാം പാൽ. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇങ്ങനെ ചെറിയതായിട്ടൊന്ന് ചൂടായാൽ മതി. ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളിയിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തോളും ബാക്കിയും കൂടെ. അപ്പോൾ നമുക്കിനിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലൊന്ന് ഗാർണിഷ് ചെയ്യണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മൂപ്പിക്കാം. ഞാനിതിൻ്റെ അകത്ത് വേറെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചക്കയല്ലേ, ചക്കയ്ക്ക് ഓൾറെഡി നല്ല ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഏലക്ക അല്ലെങ്കിൽ ചുക്ക്, ജീരകം അതൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചക്കയുടെ ഒരു ഫ്ലേവർ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഫ്ലേവറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ വറുത്തിടാം. ഇനി ആ പായസത്തിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കശുവണ്ടി, കുറച്ച് മുന്തിരി, ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം.
അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ കൊപ്രയായിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. മറ്റേ പച്ചത്തേങ്ങയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് മൂത്ത് വരാൻ താമസവും. അത് ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർക്കണേന്ന്. സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിലേക്ക് ഈ വറുത്തതിട്ട് വെക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.